സറ്റൈവം പയർച്ചെടി, തോട്ടപ്പയറാണ് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റൽ പ്ലാന്റ് ആയിട്ടുള്ളത്. അദ്ദേഹം പ്ലാന്റ്സിലെ 7 ക്യാരക്ടേഴ്സിനെയാണ് പഠിച്ചത്. 7 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റുകളെയാണ് അദ്ദേഹം പഠനത്തിനായിട്ട് ചൂസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ചൂസ് ചെയ്ത പ്ലാന്റ്സിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവ പ്യുവർ ലൈൻസ് ആയിരുന്നു. പ്യുവർ ലൈൻസ് എന്ന് പറയുമ്പോൾ തുടർച്ചയായ സ്വപരാഗണത്തിന് സെൽഫ് പോളിനേഷന് വിധേയപ്പെട്ട് തലമുറകളോളം സ്ഥിരമായിട്ട് ചില സ്വഭാവ സവിശേഷതകൾ നിലനിർത്തി പോകുന്ന ചെടികളെയാണ് പ്യുവർ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മെൻഡൽ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിനായിട്ട് തെരഞ്ഞെടുത്തതും ഇത്തരത്തിലുള്ള പ്യുവർ ലൈൻസ് ആയിട്ടുള്ള പ്ലാന്റുകളായിരുന്നു. അപ്പൊ അദ്ദേഹം 7 ക്യാരക്ടേഴ്സിന്റെ വിപരീത ഗുണങ്ങൾ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നതും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് പഠിക്കുന്നതും നല്ലതാണ്. സ്റ്റെമ്മിന്റെ നീളം കൂടിയത് കുറഞ്ഞത്, അതായത് ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്. ദെൻ പൂവിന്റെ നിറം വയലറ്റ് വെള്ള, പൂവിന്റെ സ്ഥാനം ശാഖകളിൽ അഗ്രത്തിൽ, ഫലത്തിന്റെ ആകൃതി വീർത്തത് ചുരുങ്ങിയത് റൗണ്ട് ആൻഡ് റിങ്കിൾഡ്, ഫലത്തിന്റെ നിറം പച്ച മഞ്ഞ, വിത്തിന്റെ ആകൃതി ഉരുണ്ടത് ചുരുങ്ങിയത്, ദെൻ വിത്തിന്റെ നിറം പച്ച മഞ്ഞ. ഇത് സ്വഭാവ സവിശേഷതകളാണ് അദ്ദേഹത്തിന്റെ പഠനത്തിനായിട്ട് തെരഞ്ഞെടുത്തത്. ദെൻ ഇത്രയും ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഓൾറെഡി നമ്മൾ ക്രോസുകളെ പറ്റിയിട്ടൊക്കെ ഓൾറെഡി എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. സോ നമ്മൾ റിവിഷൻ എന്ന രീതിയിൽ ആ പഠിച്ച കാര്യങ്ങളെ ജസ്റ്റ് ഒന്ന് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഒന്ന് ഓർത്തെടുക്കുന്നു. ഇപ്പോൾ മോണോ ഹൈബ്രിഡ് ക്രോസ് ഉണ്ട്, ഡൈ ഹൈബ്രിഡ് ക്രോസ് ഉണ്ട്. ഇപ്പോൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ക്രോസുകളെയാണ് നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസുകൾ എന്ന് വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ മാത്രം കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം എടുത്തത് ടോൾ ആൻഡ് ഡാർക്ക്, ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ക്രോസ് ആണ്. അപ്പോൾ അതിൽ നമുക്കറിയാം എക്സാമ്പിൾ ഇവിടെ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് ടോളും ഡാർക്കും വെച്ചിട്ട് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു മോണോ ഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ, നമുക്ക് ഈ റേഷ്യോസ് ഒക്കെ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്നുള്ളത് മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെത് 3:1 ആണ്. ജീനോട്ടിപ്പിക് റേഷ്യോ എന്നുള്ളത് 1:2:1 ആണ്. അപ്പോൾ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുമ്പോൾ പുറമെ ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടറിനെയാണ് നമ്മൾ ഫീനോട്ടിപ്പിക് എന്ന് പറയുന്നത്. ജനറ്റിക് മേക്കപ്പ് ആണ് ജീനോട്ടിപ്പിക് റേഷ്യോ, അത് 1:2:1 ആണ്. രണ്ടാമത്തെ ക്രോസ് ആണ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. ഡൈ ഹൈബ്രിഡ് ക്രോസിൽ വരുമ്പോൾ പേരൻസിലെ ഏതെങ്കിലും 2 ക്യാരക്ടറുകളെ ഒരേ സമയം കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ക്രോസുകളാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഷേപ്പ് ഓഫ് ദ സീഡും കളർ ഓഫ് ദ സീഡും വെച്ചിട്ടുള്ള ക്രോസ് ആണ്. അവിടുത്തെ ഫിനോട്ടിപ്പിക് റേഷ്യോ ഡൈ ഹൈബ്രിഡ് ക്രോസിലെ ഫിനോട്ടിപ്പിക് റേഷ്യോ 9:3:3:1. ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:2:4:1:2:1:2:1. അപ്പോൾ ജീനോട്ടിപ്പിക് റേഷ്യോ ഇങ്ങനെയാണ് ഡൈ ഹൈബ്രിഡ് ക്രോസിൽ വരുന്നത്. അതുപോലെ മാം പറയാമോ? ഡൈ ഹൈബ്രിഡില് 1:2:1 അല്ലേ? ഒന്ന് ബാക്കോട്ട് എടുക്കാൻ പറ്റുമോ? തൊട്ട് മുമ്പുള്ള ജീനോടൈപ്പിക്ക് 1:2:1 2:4:2 അങ്ങനെയല്ലേ വരുന്നേ? ഈ ഒരു രീതിയിലാണല്ലോ. 1:2:1 2:4:2 1:2:1 എന്നല്ലേ? അങ്ങനെയല്ലേ? ഡൈഹൈബ്രിഡിന്റെ അല്ലേ? അതെ, ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസില് 9:3:3:1 ഫീനോടൈപ്പിക്കും ജീനോടൈപ്പിക്കും 1:2:2 അങ്ങനെ 1:2:1 2:4:2 1:2:1 അങ്ങനെയല്ലേ? എനിക്ക് കൺഫ്യൂഷൻ ആയതാണോ? ഡൈഹൈബ്രിഡ് ക്രോസിലെ ജീനോട്ടിപ്പിക് റേഷ്യോ വരുന്നത് ഇങ്ങനെയാണ്. ഡൈഹൈബ്രിഡ് ക്രോസിലെ ജീനോട്ടിപ്പിക് റേഷ്യോ വരുന്നത് ഇങ്ങനെയാണ്. റേഷ്യോ ശരിയാണ് മിസ്സേ, ഇതാണ്. നമുക്ക് അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ആ ഒരു ഏരിയ നമുക്ക് ഡിസ്കസ് ചെയ്യാം, എങ്ങനെയാണ് വരുന്നതെന്നേ. ഓക്കെ. ദെൻ നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടത് ടെസ്റ്റ് ക്രോസുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ടെസ്റ്റ് ക്രോസിന്റെ ഉദ്ദേശം എന്നുള്ളത് എന്താണ്? ഒരു
ഡോമിനന്റ് ആയിട്ടുള്ള ഒരു സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു ജീവിയുടെ ജീൻ. ഇപ്പൊ ഡോമിനന്റ് ക്യാരക്ടർ കാണിക്കുമ്പോൾ 2 പോസിബിലിറ്റി ആണല്ലോ ഉള്ളത്. 2 പോസിബിലിറ്റി. ഒന്നെങ്കിൽ ഹോമോസൈഗസ് ആയിട്ട് ക്യാപിറ്റൽ ടി വന്നിട്ട് അത് ഡോമിനന്റ് ക്യാരക്ടർ കാണിക്കാം. അല്ലെങ്കിൽ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ സ്മോൾ ടി വന്നിട്ട് അത് ഡോമിനന്റ് ക്യാരക്ടർ കാണിക്കാം. അപ്പൊ അതിലേതാണ് അതിന്റെ ആ ഒരു ക്യാരക്ടർ എന്ന് അറിയുന്നതിനൊക്കെ വേണ്ടി നടത്തുന്ന ക്രോസ് ആണ് ടെസ്റ്റ് ക്രോസ്. അപ്പോൾ ഇവിടെ നടത്തുന്നത് F1 പ്രോജനീനെ ഒരു റെസസീവ് പേരന്റുമായിട്ട് ക്രോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റെസസീവ് പേരന്റ് എന്ന് പറയുമ്പോൾ സ്മോൾ ടി ഇവിടെ ഹൈറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സ്മോൾ ടി. അപ്പോൾ F1 പ്രോജനീനെ റെസസീവ് പേരന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഫിനോട്ടിപ്പിക് റേഷ്യോ 1:1 ആണ്. ദെൻ അടുത്തത് നമ്മളുടെ എക്സാമിൽ HSC എക്സാമിൽ തന്നെ ചോദിച്ചിട്ടുള്ള ഒരെണ്ണമാണ് ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ്. അപ്പോൾ ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുമ്പോൾ ദ ക്രോസിംഗ് ഓഫ് ഡൈഹൈബ്രിഡ് F1 ജനറേഷൻ വിത്ത് എ ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷൻ. ഒരു ഡൈഹൈബ്രിഡ് F1 ജനറേഷനെ ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷനിലുള്ള ഒരാളുമായിട്ട് ക്രോസ് ചെയ്യുന്നതിനാണ് ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്നുള്ളത് 1:1:1:1 ആണ്. ദെൻ അടുത്തതാണ് ബാക്ക് ക്രോസ്. ബാക്ക് ക്രോസിൽ F1 പ്രോജനീനെ ഏതെങ്കിലും പേരന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിനെ ക്രോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാക്ക് ക്രോസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ബാക്ക് ക്രോസുകൾ നടത്തുന്നത് ഇപ്പൊ പേരന്റിലുള്ള ഒരു സ്വഭാവം ആ പ്രോജനിയിൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊക്കെ കാണുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു സ്വഭാവം അതിന്റെ പേരന്റിൽ നിന്ന് എത്തുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു സ്വഭാവത്തെ ആ ഒരു പ്രോജനിയിലേക്ക് കുറെ കാലം കൂടെ നീണ്ടു നിർത്തിക്കൊണ്ട് പോകാനായിട്ട് നടത്തുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് ക്രോസുകൾ നടത്തി ഈ ഒരു പേരന്റിലുള്ള ചില സ്വഭാവങ്ങളെ നമ്മളുടെ പ്രോജനിയിലേക്ക് എത്തിക്കാനായിട്ടാണ് ബാക്ക് ക്രോസുകൾ നടത്തുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു ഏരിയയിൽ ഒരു 3 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ആൻസേഴ്സ് ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന്റെ ആൻസേഴ്സ് 1, 2, 3 എന്ന് നമ്പർ ചെയ്തിട്ട് കമന്റ് ചെയ്യാം. കറക്റ്റ് ആണ്, ആൻസേഴ്സ് വരുന്നത് കറക്റ്റ് ആണ്. മെന്റൽ പരീക്ഷണത്തിനായിട്ട് ഉപയോഗിച്ചത് പിസം സറ്റൈവം തോട്ടപ്പയറാണ്. ദെൻ മോണോഹൈബ്രിഡ് ഫിനോട്ടിപ്പിക് റേഷ്യോ 3:1 ആണ്. ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തുമ്പോൾ F2 ഫിനോട്ടിപ്പിക് റേഷ്യോ 9:3:3:1 റേഷ്യോയിലാണ് വരുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്. ദെൻ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. മോണോഹൈബ്രിഡ് ക്രോസ് സംബന്ധിച്ച് താഴെ കൊടുത്ത 4 പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇത്തിരി സമയം കൊടുത്ത് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് അറ്റൻഡ് ചെയ്യുക. മോണോഹൈബ്രിഡ് ക്രോസ് സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന 4 പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ഓക്കെ, ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, സി മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് മോണോഹൈബ്രിഡ് ക്രോസ് ആണ്. അപ്പോൾ മോണോഹൈബ്രിഡ് ക്രോസിൽ അതല്ല വരുന്നത്, ഇത് ഡൈഹൈബ്രിഡ് ക്രോസിലാണ് 9:3:3:1 റേഷ്യോ വരുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, ബൈക്രോസുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സിൽ തെറ്റ് കണ്ടെത്തുക. ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കണ്ടെത്തുക. F1 progeny into parent
then F1 progeny into homozygous recessive parent, F1 progeny homozygous dominant parent. ഇതിലേതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ്? ബാക്ക് ക്രോസ് ആണ്. ഇത് ബാക്ക് ക്രോസ് ആണ്. കറക്റ്റ് ആൻസർ എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. ആരും അതിലേക്ക് എത്തിയില്ല. ബാക്ക് എസ് സ്മിതയുടെ ആൻസർ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ബാക്ക് ക്രോസ് എനി ഓഫ് ദ പേരന്റ് ആണല്ലോ. അപ്പോൾ ഹോമോസൈഗസ് റെസസീവ് ആവാം, ഹോമോസൈഗസ് ഡോമിനന്റ് പേരന്റ് ആവാം, അല്ലെങ്കിൽ എനി ഓഫ് ദ പേരന്റ് ആവാം. നമ്മൾ ഫിനോടിപ്പിക് റേഷ്യോ ജീനോടൈപ്പ് വ്യക്തമാകാൻ വേണ്ടിയിട്ടാണോ? ഇപ്പൊ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണോ, ക്യാപിറ്റൽ ടി ആണോ? ഓക്കെ, ജീനോടൈപ്പ് വ്യക്തമാകാൻ വേണ്ടി സഹായിക്കും. F1 പ്രോജനിയെ ഏതെങ്കിലും പേരന്റുമായി ക്രോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാക്ക് ക്രോസ് എന്ന് പറയുന്നത്. വെയിറ്റ് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. ആ ഒരു പോയിന്റും കറക്റ്റ് ആണ്. ബാക്ക് ക്രോസ് ഫിനോടൈപ്പിക് റേഷ്യോ ജീനോടൈപ്പ് വ്യക്തമാകാനും സഹായിക്കുന്നുണ്ട്. ഇതും ശരിയാണ് സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ. അടുത്തത് വന്നിട്ട് നമ്മുടെ ലോ ഓഫ് മെന്റൽ കൊണ്ടുവന്ന ലോസിന്റെ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലോസിലേക്ക് അധികം ഫോക്കസ് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ ആദ്യം ഇത്രയും ഒരു കാര്യങ്ങളൊന്ന് ഓർക്കുക. നമ്മുടെ മോണോഹൈബ്രിഡ് ക്രോസ് നടത്തിയതിന്റെ വെളിച്ചത്തിലാണ് ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും വന്നിട്ടുള്ളത്. ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുമ്പോൾ ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ ഒരു ഗുണം പ്രകടമാവുകയും ഒരു ഗുണം ഗുപ്തമായിട്ടിരിക്കുകയും ചെയ്യുന്നു. ദെൻ രണ്ടാമത്തെ ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ ഒരു ജോഡി വിപരീത ഗുണങ്ങൾ തമ്മിൽ ക്രോസ് നടത്തുമ്പോൾ അതിലെ ഘടകങ്ങൾ ഒരിക്കലും കൂടിക്കലരുന്നില്ല. അപ്പം ഇങ്ങനെ ഓർക്കുക, നമുക്ക് ഹൈറ്റ് ഉള്ള പ്ലാന്റും ഹൈറ്റ് കുറഞ്ഞ പ്ലാന്റും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ ഒരു മീഡിയം സൈസിൽ ഒരു പ്ലാന്റ് ഉണ്ടായില്ലല്ലോ. അപ്പൊ ആ ഒരു കാര്യമാണ് ഈ ഒരു ലോ ഓഫ് സെഗ്രിഗേഷൻ വഴി പുറത്തു വരുന്നത്. ഒരു ജോഡി വിപരീത ഗുണങ്ങൾ തമ്മിൽ സംഘടന നടത്തുമ്പോൾ അതിലെ ഘടകങ്ങൾ ഒരിക്കലും കൂടിക്കലരുന്നില്ല. ഒന്നാം തലമുറയിലെ ഗുപ്ത ഗുണം പോലും രണ്ടാം തലമുറയിൽ ദൃശ്യമാകുന്നു. ബീജകോശങ്ങൾ ഉണ്ടാകുമ്പോൾ പേരന്റ് സസ്യങ്ങളിലെ രണ്ട് അലീൽ ഘടകങ്ങളും രണ്ടായി വേർപിരിയും ഓരോന്നും ഓരോ ബീജകോശത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ദെൻ അടുത്തത് ഇത് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് വരുന്നത് ഡൈഹൈബ്രിഡ് ക്രോസ് റിലേറ്റഡ് ആയിട്ടാണ്. രണ്ട് വിപരീത ജോഡി സ്വഭാവ ഗുണങ്ങളുള്ള സസ്യങ്ങൾ തമ്മിൽ വർഗ്ഗസംകരണം നടത്തുമ്പോൾ ഒരേ ജോഡി സ്വഭാവ സവിശേഷതകളും അടുത്ത തലമുറകൾ ഓരോ ജോഡി സ്വഭാവ സവിശേഷതകളും അടുത്ത തലമുറയിലേക്ക് സ്വതന്ത്രമായിട്ടാണ് വ്യാപരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് പോയിന്റ് ആണ് മെയിൻ ആയിട്ട് ഓർക്കണം. ടേമിൽ നിന്ന് തന്നെ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, ഇൻഡിപെൻഡന്റ് ആണ് സ്വഭാവങ്ങൾ അടുത്ത ഒരു ജനറേഷനിലേക്ക് പോകുന്നത്. ആദ്യത്തെ രണ്ടെണ്ണം ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും മോണോഹൈബ്രിഡ് ക്രോസിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. രണ്ടാമത്തത് വരുന്നത് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് വരുന്നത് ഡൈഹൈബ്രിഡ് ക്രോസ് റിലേറ്റഡ് ആയിട്ടാണ്. ഈ ഒരു ആൻസറിലേക്ക് ഒന്നെത്താമോ? ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിന്റെ ഉദാഹരണമായി ഏത് ക്രോസ് ഉപയോഗിക്കുന്നു? ഡൈഹൈബ്രിഡ് ക്രോസ് യൂസ് ചെയ്യുന്നു. ദെൻ ഡൈഹൈബ്രിഡ് ക്രോസ്. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ജീൻ ഇന്ററാക്ഷൻസും മോഡിഫൈഡ് റേഷ്യോസും ഒക്കെയാണ്. ഇപ്പോൾ മെന്റൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ അതിനും ചില എക്സെപ്ഷൻസ്, കൂടുതൽ സ്റ്റഡീസ് ഒക്കെ മുന്നോട്ട് പോയപ്പോൾ ഇതിൽ കുറെ മാറ്റങ്ങൾ ചില പ്ലാന്റ്സിലൊക്കെ ചില
പ്ലാന്റ്സിലൊക്കെ ഒബ്സർവേഷൻസ് നടത്തുമ്പോൾ അതിൽ ചിലതിലൊക്കെ മാറ്റങ്ങളുണ്ട്. അതിന്റെ ബേസിലാണ് ഈ മോഡിഫൈഡ് മെൻഡേലിയൻ റേഷ്യോസ് വരുന്നത്. അതിൽ നമ്മളുടെ സിലബസ് പ്രകാരം നമുക്ക് പഠിക്കേണ്ടത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് വരുന്നുണ്ട്. അപ്പൊ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ 2 അലീലുകളും ഭാഗികമായി പ്രകടിപ്പിക്കപ്പെടുന്നു. ആദ്യത്തെ നമ്മൾ മെന്റലിന്റെ കേസ് പറഞ്ഞപ്പോൾ ഒരു ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ വന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇത്തരത്തിൽ ഇന്റർമീഡിയറ്റ് ആയിട്ടൊരു ക്യാരക്ടർ കയറി വരുന്നു. അതിനെയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. 2 അലീലുകളും ഭാഗികമായി പ്രകടിപ്പിക്കപ്പെടുന്നു. ഇതൊരു ഇന്റർമീഡിയറ്റ് ഫിനോടൈപ്പിന് കാരണമാകുന്നു. ഇതിന് 2 എക്സാമ്പിൾസ് ആണ് ജനറലി നമ്മൾ പറയുന്നത്. സ്നാപ് ഡ്രാഗന്റെ ഫ്ലവർ കളർ റെഡും വൈറ്റും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ പിങ്ക് കളർ വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്ലാന്റ് ആണ് മിറാബിലസ് ചെലാപ്പ, 4 മണിപ്പൂവ്, 4 o'clock പ്ലാന്റ്. അതിലും ഈ ഒരു സെയിം റെഡ് ആൻഡ് വൈറ്റ് തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ പിങ്കും കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇപ്പൊ ഇങ്ങനത്തെ പഠിക്കുമ്പോൾ ആ ഒരു സംഭവം എന്താണെന്ന് പഠിക്കുക, അതിന്റെ എക്സാമ്പിൾസ് പഠിക്കുക. ജീനോട്ടിപ്പിക് റേഷ്യോ, ഫിനോട്ടിപ്പിക് റേഷ്യോ. ഇതിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:1 ആണ്. ഫിനോട്ടിപ്പിക് റേഷ്യോ 1:2:1 ആണ്. അടുത്തത് കോഡോമിനൻസ്. ഒരു ജീനിന്റെ 2 അലീലുകളും ഹെട്രോസൈഗോട്ടിൽ ഒരേ സമയം പൂർണ്ണമായും തുല്യമായും പ്രകടിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് കോഡോമിനൻസ്. അതിനാൽ ബലമായി ഉണ്ടാകുന്ന സന്തതികൾക്ക് 2 അലീലുകളും ഉൽപ്പാദിപ്പിക്കുന്ന ഫിനോടൈപ്പുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ചില പശുക്കൾക്ക് 2 കളർ, ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള പശുക്കളെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അവയ്ക്ക് ആ 2 കളറും, ഇപ്പം ബ്ലാക്കും അവിടെ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, വൈറ്റും ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിന്റെ രണ്ടിന്റെയും കൂടി ഇന്റർമീഡിയറ്റ് കളർ ഒന്നും അല്ലല്ലോ ആ ഒരു പശുവിന്റെ പുറത്തെ കോട്ടിൽ കാണപ്പെടുന്നത്. അതിന്റെ കാരണം ഈ ഒരു ബ്ലാക്ക് ഉണ്ടാക്കുന്ന ജീനും അവിടെ ഡോമിനൻസ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വൈറ്റ് കളർ ഉണ്ടാക്കുന്ന ജീനും അവിടെ ഡോമിനൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മളുടെ ABO ബ്ലഡ് ഗ്രൂപ്പ് രീതിയിലെ ബി ബ്ലഡ് ഗ്രൂപ്പ്, അത് AB ബ്ലഡ് ഗ്രൂപ്പ് രണ്ടും ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കോഡോമിനൻസിന്റെ 2 ഉദാഹരണങ്ങളാണ്. ഇവിടെ ജീനോട്ടിപ്പിക് ഫിനോട്ടിപ്പിക് റേഷ്യോ 1:2:1 ആണ്. അടുത്തതാണ് എപ്പിസ്റ്റാസിസ്. ഒരു ജീനിന്റെ പ്രകടനത്തെ മറ്റൊരു ജീൻ സ്വാധീനിക്കുന്ന പ്രതിഭാസത്തെയാണ് എപ്പിസ്റ്റാസിസ് എന്ന് വിളിക്കുന്നത്. ചില ജീനുകൾ തമ്മിലുള്ള ഇന്ററാക്ഷനെ സൂചിപ്പിക്കുന്നതാണ്. ഇതിൽ ഒരു ജീൻ എപ്പിസ്റ്റാറ്റിക് ജീനും മറ്റത് ഹൈപ്പോസ്റ്റാറ്റിക് ജീനും ആകും. ഒരു പ്രകടനത്തെ തടയുന്ന ജീനെയാണ് നമ്മൾ എപ്പിസ്റ്റാറ്റിക് ജീൻ എന്ന് പറയുന്നത്. മറയ്ക്കുകയോ ചെയ്യുന്നു. ഈ ഒരു എപ്പിസ്റ്റാസിസ് പല ടൈപ്പ് എപ്പിസ്റ്റാസിസ് ഉണ്ട്. ഇതിൽ നമ്മൾ 2 എണ്ണം ഒന്ന് അറിഞ്ഞിരിക്കുക, റെസസീവ് എപ്പിസ്റ്റാസിസും ഡോമിനന്റ് എപ്പിസ്റ്റാസിസും. അപ്പോൾ റെസസീവ് എപ്പിസ്റ്റാസിസ് 9:3:4 റേഷ്യോ. ദെൻ അതിന്റെ എക്സാമ്പിൾ കോഡ് കളർ ഇൻ മൈസ്. ഇവിടെ ഹോമോസൈഗസ് റെസസീവ് എപ്പിസ്റ്റാറ്റിക് ജീൻ മാസ് അനദർ ജീൻ. ഡോമിനന്റ് എപ്പിസ്റ്റാസിസിൽ 12:3:1. അതിന് എക്സാമ്പിൾ ഫ്രൂട്ട് കളർ ഇൻ സമ്മർ സ്ക്വാഷ്. ദെൻ അതിൽ ഡോമിനന്റ് അലീൽസ് ഓഫ് 1 ജീൻ മാസ് അനദർ ജീൻ. അടുത്തത് മൾട്ടിപ്പിൾ അലീൽസ്. അപ്പോൾ മൾട്ടിപ്പിൾ അലീൽസിന്റെ എക്സാമ്പിൾ നമുക്കറിയാം, ABO ബ്ലഡ് ഗ്രൂപ്പ്. അത് മൾട്ടിപ്പിൾ അലീൽസും കാണിക്കുന്നുണ്ട്, കോഡോമിനൻസും കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഓർക്കണം. പിന്നെ മൾട്ടിപ്പിൾ അലീൽസ് കാരണം സെൽഫ് സ്റ്റെറിലിറ്റി കാണിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നിക്കോട്ടിയാണ്, പുകയില ചെടി. അപ്പോൾ അതില് S അലീലുണ്ട്. ആ S അലീലിന് അതിന്റെ S ജീനിന് മൾട്ടിപ്പിൾ അലീൽസുകൾ വരുന്നുണ്ട്. അപ്പോൾ S1 S2 S1 S2 ഈ ഒരു കോമ്പിനേഷൻ ഇപ്പോൾ പോളൻ ഗ്രെയിനിലും അത് അത് പോളൻ ട്രാൻസ്ഫർ ചെയ്ത് ഫീമെയിൽ പാർട്ടിലേക്ക് വരുമ്പോൾ അവിടെയും ഈ ഒരു സെയിം S അലീൽ തന്നെയാണ്. അങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കത്തില്ല. S1 S2 ഉള്ള ഒരു പോളൻ ഗ്രെയിൻ S1 S2 ജീനുള്ള ഒരു സ്റ്റിഗ്മയിൽ പോളിനേറ്റഡ് ആവത്തില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ സെൽഫ് ഇൻകോമ്പാക്ടിബിലിറ്റി അല്ലെങ്കിൽ സെൽഫ് സ്റ്റെറിലിറ്റി ഇൻ നിക്കോട്ടിയാന ഒരു മൾട്ടിപ്പിൾ അലീൽ കാരണം വരുന്ന ഒന്നാണെന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് പോകാം. ഇതിലെ ആൻസറിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. താഴെ പറയുന്നതിൽ ഏതാണ് റെസസീവ് എപ്പിസ്റ്റാസിസിന് ഉദാഹരണമായിട്ടുള്ളത്? റെസസീവ് എപ്പിസ്റ്റാസിസ്.
യെസ്, കറക്റ്റ് ആണ്. മൈസിലെ രോമത്തിന്റെ നിറം വരുന്നത് റിസസീവ് എപ്പിസ്റ്റാസിന് ഉദാഹരണമാണ്. ദെൻ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ ഉദാഹരണം. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ ഉദാഹരണം. സ്നാപ്ഡ്രാഗൺ ഫ്ലവർ കളർ അല്ലെങ്കിൽ മിറാബിലസ് ജലാപ്പയിലെ ഫ്ലവർ കളറും വരാറുണ്ട്. ഓക്കെ, ബ്ലഡ് ഗ്രൂപ്പ് ഇൻഹെറിറ്റൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് blood group ABO blood group inheritance is an example of yes രണ്ടും വരുമല്ലോ. B and C കോഡോമിനൻസിലും മൾട്ടിപ്പിൾ അലീൽസും വരും. B and C. റിസസീവ് എപ്പിസ്റ്റാസിസിൽ കിട്ടുന്ന ഫീനോടിപ്പിക് റേഷ്യോ ഏതാണ്? റിസസീവ് എപ്പിസ്റ്റാസിസിൽ കിട്ടുന്ന ഫീനോടിപ്പിക് റേഷ്യോ 9:3:4. ഇനി ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ അടുത്ത ഒരു ഭാഗത്തിലേക്ക് കടക്കുകയാണ്. സെക്സ് ഡിറ്റർമിനേഷൻ ആൻഡ് സെക്സ് ലിങ്ക് ഇൻഹെറിറ്റൻസ്. ഇപ്പോൾ സെക്സ് ഡിറ്റർമിനേഷൻ നമുക്ക് ആദ്യം തന്നെ ഹ്യൂമൻസിലെ കാര്യം എടുക്കാം. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഹ്യൂമൻസിൽ നമുക്ക് 23 പെയർ ക്രോമോസോം, അതിൽ 22 പെയർ ഓട്ടോസോംസും 1 പെയർ അലോസോംസും ആണ്. അതായത് സെക്സ് ക്രോമോസോംസും ആണ്. അപ്പോൾ ഈ ഒരു അലോസോംസ് എന്നുള്ളത് എക്സ് ആൻഡ് വൈ ആണ്. ആ ഒരു എക്സ് ആൻഡ് വൈയിൽ മെയിലിൽ കാണുന്നത് എക്സ് വൈയും ഫീമെയിലിൽ എക്സ് എക്സുമാണ്. അപ്പോൾ മെയിലാണ് ഹ്യൂമൻസിന്റെ കേസിൽ കുഞ്ഞിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഹ്യൂമൻസിലെ കാര്യം. ദെൻ ഹ്യൂമൻസിലെ പോലെ തന്നെയാണ് ഡോർസോഫിലയിലും എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ അടുത്തത് ഗ്രാസ് കോപ്പറിലെ കാര്യമാണ്. ഗ്രാസ് കോപ്പറിൽ XX X0 ഇവിടെ X0 ആണ് മെയില്, XS ആണ് ഫീമെയില്. ദെൻ അടുത്തത് ബേർഡ്സിൽ കാണുന്നതാണ്. ഇപ്പം നമ്മുടെ നോട്ടിൽ ഞാൻ കോഴിയിൽ കാണുന്നത് എന്നുള്ള രീതിയിൽ ഒരു എക്സാമ്പിൾ ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്. ZW ZZ. അപ്പൊ ഇവിടെ ഫീമെയിൽ ആണ് ZW ഒരു ഹെട്രോസൈഗസ് കണ്ടീഷൻ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബേർഡ്സിന്റെ കേസിൽ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫീമെയിൽ ആണ്, മെയില് ZZ ആണ്. ദെൻ ഹാപ്ലോപ്ലോയിഡി, ഇത് തേനീച്ചയുടെ കേസിൽ കാണുന്നതാണ്. അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഇക്കാണ് മെയിലായിട്ട് മാറ്റപ്പെടുന്നത്. നമ്മുടെ സിലബസ് പ്രകാരം നമ്മുടെ സിലബസിൽ നമുക്ക് XY ടൈപ്പും XS/X0 ടൈപ്പും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഹ്യൂമൻ, ഡോർസോഫില, ഗ്രാസ് കോപ്പർ നമുക്ക് അത്രേ ചോദിച്ചിട്ടുള്ളൂ. മറ്റേത് രണ്ടും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പ്ലാന്റ്സിലെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് പ്രധാനമായിട്ടും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. പിന്നെ നമുക്ക് ബൈസെക്ഷൽ, മൊണേഷ്യസ്, ഡയേഷ്യസ് ആ ഒരു കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്തത് സെക്സ് ലിമിറ്റഡ് ട്രേറ്റ്സ്. അതായത് ഏതെങ്കിലും ഒരു സെക്സിൽ മാത്രമാണ് ചില ക്യാരക്ടേഴ്സ് കാണപ്പെടുത്തുള്ളൂ. പക്ഷെ ഇങ്ങനെ കൺസിഡർ ചെയ്യാം, മിൽക്കിന്റെ പ്രൊഡക്ഷൻ അത് പെൺമൃഗങ്ങളിൽ മാത്രമാണ് കാണപ്പെടുന്നത്. പക്ഷെ ആൺമൃഗങ്ങൾക്കും അതിന്റെ ജീൻ അവയിലുണ്ട്, പക്ഷെ അവയ്ക്ക് പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഏതെങ്കിലും ഒരു സെക്സിൽ മാത്രം ഒരു ജീൻ എക്സ്പ്രസ് ആവുന്നതിനെയാണ് നമ്മൾ സെക്സ് ലിമിറ്റഡ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ താടി വളർച്ച ആണുങ്ങളിലാണ് ഉള്ളത്, പെൺകുട്ടികൾക്കും അതിനുള്ള ജീനുകളുണ്ട്, പക്ഷെ താടി വളർച്ച ഉണ്ടാവത്തില്ല. അതിൽ ഹോർമോണൽ ഇൻഫ്ലുവൻസ് കൂടി ഉണ്ട്. ദെൻ സെക്സ് ഇൻഫ്ലുവൻസ്ഡ് ട്രേറ്റ്സ് എന്ന് പറയുമ്പോൾ മെയിൽ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല ആ ഒരു സെയിം ട്രേറ്റ് തന്നെ ഫീമെയിൽസിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. കഷണ്ടി എന്നുള്ളത് മെയിലിൽ മാത്രം ഡോമിനന്റ് ആണ്. ഫീമെയിലിൽ അതിനുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ മെയിലിലാണ് അത് കാണപ്പെടുന്നത്. ദെൻ മസിൽ മാസ് ഡെവലപ്മെന്റ് എക്സ്പ്രഷൻ ഇൻ മെയിൽസ് ആണ് ഡോമിനന്റ് ആയിട്ടുള്ളത്. ദെൻ കാലിലെ രണ്ടാമത്തെ വിരലിന്റെ നീളം മെയിലിലാണ് ഇതും ഡോമിനന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ സെക്സ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ട്രേറ്റുകളാണ്. ചില ക്വസ്റ്റ്യൻസിലേക്ക് പോകാം.
XY ടൈപ്പ് കറക്റ്റ് ആണ്. ദെൻ ZW ടൈപ്പ് സെക്സ് ഡിറ്റർമിനേഷൻ കാണപ്പെടുന്നത് എവിടെയാണ്? ZW ബേർഡ്സിലാണ്. ദെൻ X0 ടൈപ്പ് XX0 ടൈപ്പ് സെക്സ് ഡിറ്റർമിനേഷൻ കാണുന്നത് ഗ്രാസ്കോപ്പറിലാണ്. യെസ്. ദെൻ നമ്മൾ ഓൾറെഡി പഠിച്ചൊരെണ്ണമാണ് ഇത്. ഈ ഒരു എക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഹീമോഫീലിയ ഇതിന് ആൻസർ വരുന്നത് എക്സ് ലിങ്ക് റെസസീവ് ആണ്. എക്സ് ലിങ്ക് റെസസീവ് ആണ്. എക്സ് ക്രോമോസോമില് ചില രോഗങ്ങൾക്ക് കാരണമാകുന്ന അല്ലെങ്കിൽ വൈ ക്രോമോസോമിൽ അധികം സ്പേസ് ഒന്നുമില്ല, ചെറിയ ക്രോമോസോം ആണല്ലോ. അപ്പോൾ എക്സിൽ കൂടുതലും മ്യൂട്ടേഷൻസ് ഒക്കെ സംഭവിച്ച് അങ്ങനെ റെസസീവ് ക്യാരക്ടേഴ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ രോഗത്തിന് കാരണമാകുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മജോറിറ്റിയും ഈ എക്സ് ലിങ്ക്ഡ് ആണെന്നൊന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസും എക്സ് ലിങ്ക്ഡ് തന്നെയാണ്. എക്സ് ലിങ്ക്ഡ് തന്നെയാണ് ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ സിക്സാക് ടൈപ്പ്. അതായത് അച്ഛനിൽ നിന്ന് മകളിലൂടെ പുത്രനിലേക്ക് എത്തുന്ന ടൈപ്പ്. സെക്സ് ലിമിറ്റഡ് ട്രേറ്റ്സിന്റെ ഉദാഹരണം ലിമിറ്റഡ് ട്രേറ്റ്സ് ബിയാർഡ് ഗ്രോത്ത്. കഷണ്ടി എന്നുള്ളത് വാൽനസ് എന്നുള്ളത് സെക്സ് ഇൻഫ്ലുവൻസ്ഡ് ട്രേറ്റ് ആണ്. താടി വളർച്ച എന്നുള്ളതാണ് സെക്സ് ലിമിറ്റഡ് ട്രേറ്റ്. ഇന്നലത്തെ മെറ്റീരിയലിൽ കുറച്ച് അധികം ഒരു ടേബിൾ പോലെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാൻ പറ്റിയായിരുന്നോ? ഈ ഓരോ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ആരുടെയാണെന്ന് ഒന്ന് കമന്റ് ചെയ്യാമോ? ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്, ലിങ്കേജ് ക്രോസിംഗ് ഓവർ, സട്ടൺ ആൻഡ് ബോവറി. ലിങ്കേജ് ക്രോസിംഗ് ഓവർ T.H. Morgan. One gene, one enzyme hypothesis. One gene, one enzyme hypothesis. ഞാൻ ജസ്റ്റ് ബാക്കിയുള്ളതും കൂടെ ഒന്ന് പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി ഒന്നിട്ടെന്നേ ഉള്ളൂ. സട്ടൺ ആൻഡ് ബോവറി, ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്, T.H. മോർഗൻ, ലിങ്കേജ് ക്രോസിംഗ് ഓവർ, മെന്റൽ ഓർഗാനിസം, ഡോർസോഫില്ല മെലനോഗാസ്റ്റർ. ദെൻ ജൊഹാൻസൺ ആണ് ജീനോടൈപ്പ് ഫിനോടൈപ്പ് എന്നുള്ള ടേംസ് കൊണ്ടുവന്നത്. വാട്സൺ ആൻഡ് ക്രിക്ക്, ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA. റോസ്ലിൻ ഫ്രാങ്ക്ലിൻ, എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി. ആ ഒരു ഫോട്ടോ അറിയപ്പെടുന്ന ഫോട്ടോ 51 എന്നാണ്. സർഗാഫ് റൂള്, എർവിൻ സർഗാഫ് റൂള് ബേസ് പെയറിംഗ്, അഡിനിന്റെ അത്രയും തൈമിൻ, ഗുവാന്റെ അത്രയും സൈറ്റോസിൻ. സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് DNA റെപ്ലിക്കേഷൻ, മീസൽസ് ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെന്റ്സ് ആണ്. പിന്നെ ട്രാൻസ്ഫോർമേഷൻ ഇൻ ബാക്ടീരിയ, ഫെഡറിക് ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ് ആണ്. DNA is a transforming principle, ആവറി മക്ലോഡ്-മക്കാർട്ടിയുടെ എക്സ്പെരിമെന്റ് ആണ്. ദെൻ ഹാർഷ്യാൻജീസ് എക്സ്പെരിമെന്റ് ആണ്. DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ പ്രൂവ് ചെയ്തത്. ദെൻ വൺ ജീൻ വൺ എൻസൈം, ബീഡിൽ ആൻഡ് ടൺ. ജസ്റ്റ് ഈ ഒരു ടേബിൾ ഞാൻ തന്നിട്ടുണ്ട്, അതുകൂടി ഒന്ന് നോക്കുക. അടുത്ത ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് പോകാമോ? മനുഷ്യനിൽ ഹീമോഫിലിയയ്ക്ക് കാരണമാകുന്ന എക്സ് ക്രോമോസോമുകൾ കാരണമാകുന്ന ജീൻ എക്സ് ക്രോമോസോമിനാണ് കാണപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ സാധ്യമല്ലാത്തത് കണ്ടെത്തുക. സാധ്യമല്ലാത്തത് കണ്ടെത്തുക. എല്ലാവരും തന്നെ ആൻസർ ബിയിലേക്ക് എത്തി.
ഇതിന്റെ കാരണം എന്താ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ബി ആണ്. അപ്പോൾ അതിന്റെ കാരണം എന്താണ്? ആർക്കെങ്കിലും പറയാമോ? രോഗിയായ അച്ഛൻ മകന് ജീൻ പകർന്നു നൽകുന്നു. Yes. അച്ഛൻ മകനിലേക്ക് കൊടുക്കുന്നത് Y ക്രോമസോം മാത്രമാണ്, എക്സ് കൊടുക്കുന്നില്ല. രോഗിയായ അച്ഛൻ മകന് ജീൻ പകർന്നു നൽകുന്നു. അച്ഛൻ മകന് കൊടുക്കുന്ന ജീൻ എന്നുള്ളത് Y ആണ്. ഇത് എക്സ് ക്രോമസോമുകളിൽ കാണുന്നതാണ്. അതാണ് കറക്റ്റ്ലി ആ ഒരു ആൻസറിലേക്ക് എത്തേണ്ട കീ എന്നുള്ളത് അതാണ്. യാ, ഫാദർ ഇൻഹെറിറ്റഡ് Y only. യെസ്, അതാണ് കറക്റ്റ്. ദെൻ അടുത്തത് ജനറ്റിക് കോഡിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിലൊക്കെ ഈ ഒരു ജനറ്റിക് കോഡ് റിലേറ്റഡ് ആയിട്ട് 2 വർഷങ്ങളിലും ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസ് വന്നത് പ്രധാനമായിട്ടും സ്റ്റോപ്പ് കോഡോൺ, 2 ക്വസ്റ്റ്യൻസും വന്നത് സ്റ്റോപ്പ് കോഡോൺ റിലേറ്റഡ് ആയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ടേബിളിൽ 64 കിടപ്പുണ്ട്. ആ ഒരു 20 അമിനോ ആസിഡ്സിന്റെ ഒക്കെ പേര് പഠിച്ചിട്ട് പോവാണെങ്കിൽ നല്ലതാണ്. എങ്കിലും ഏറ്റവും മിനിമം ആയിട്ട് സ്റ്റാർട്ട് കോഡോൺ AUG ആണെന്നും AUG മെത്തിയോണിന് വേണ്ടി കോഡ് ചെയ്യുന്നെന്നും അതുപോലെ തന്നെ സ്റ്റോപ്പ് കോഡോൺ UAA, UAG, UGA ആണെന്നും ഇത്രയും ഏറ്റവും ബേസിക് ആയിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് ഇത് റിലേറ്റഡ് ആയിട്ടാണ്. താഴെ തന്നിരിക്കുന്നവയിൽ സ്റ്റോപ്പ് കോഡോൺ അല്ലാത്തത് ഏത്? സ്റ്റോപ്പ് കോഡോൺ അല്ലാത്തത് ഏത്? AUG, കാരണം AUG സ്റ്റാർട്ട് കോഡോൺ ആണ്. AUG സ്റ്റാർട്ട് കോഡോൺ മെത്തിയോണിനെ കോഡ് ചെയ്യുന്നു. ദെൻ പ്രോട്ടീൻ നിർമ്മാണ ഘട്ടത്തിൽ ഉൾപ്പെടുന്ന ടെർമിനേഷൻ കോഡോൺ അല്ലാത്തതാണ്. ടെർമിനേഷൻ കോഡോൺ, സ്റ്റോപ്പ് കോഡോൺ അല്ലാത്തത് ഏതാണ്? CGA. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനത്തത് കണ്ടിട്ടുള്ളത്. അപ്പം ഇത്രയും ആ ഒരു 64 അമിനോ ആസിഡ്സിന്റെ 20 ആ കോഡെല്ലാം പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നോക്കിയാൽ നമുക്കറിയില്ലല്ലോ ക്വസ്റ്റ്യൻസിന്റെ രീതി എങ്ങനെയാണെന്ന്. ഇത്രയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് കണ്ടിട്ടുള്ളത്. കറക്റ്റ് ആൻസർ സി. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ന്യൂക്ലിക് ആസിഡ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. എൺപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ കൂടി ആൻസർ ചെയ്യാം. ഒരു പ്രോട്ടീനിലെ അമിനോ ആസിഡുകളുടെ ക്രമം നിശ്ചയിക്കുന്നത്. കറക്റ്റ് ആണ്. ന്യൂക്ലിക് ആസിഡ് കണ്ടുപിടിച്ചത് ഫ്രെഡറിക് മിഷർ. അതുപോലെ പ്രോട്ടീനിലെ അമിനോ ആസിഡുകളുടെ ക്രമം നിശ്ചയിക്കുന്നത് mRNAയിലെ നൈട്രജൻ ബേസുകളുടെ ക്രമമാണ്. അടുത്തത് ക്രോസിംഗ് ഓവർ റിലേറ്റഡ് ആയിട്ടാണ്. അപ്പം ക്രോസിംഗ് ഓവറും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് ക്രോസിംഗ് ഓവർ. അപ്പോൾ ക്രോസിംഗ് ഓവർ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചത് എവിടെ വെച്ചിട്ടാണ് ഈ ഒരു ക്രോസിംഗ് ഓവർ നടക്കുന്നത്, ആ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവാം. ക്രോസിംഗ് ഓവർ എന്നത് ഹോമോലോഗസ് ക്രോമോസോമിലെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിലുള്ള സെഗ്മെന്റ്സിന്റെ കൈമാറ്റമാണ്. ഈ ഒരു പദം കൊണ്ടുവന്നത് ടി.എച്ച്. മോർഗൻ ആണ്. 2 ഹോമോലോഗസ് ക്രോമോസോമുകളുടെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡുകൾക്കിടയിൽ ജനിതക വസ്തുക്കളുടെ സെഗ്മെന്റിന്റെ പരസ്പര കൈമാറ്റം, അത് ജീനുകളുടെ റീകോമ്പിനേഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. ഇത് നടക്കുന്നത് മിയോസിസിലെ പാക്കറ്റീൻ ഘട്ടത്തിലാണ്. മിയോസിസ് 1ലെ പാക്കറ്റീൻ ഘട്ടത്തിലാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ളത്. ഇനി അത് ചോദിക്കണം എന്ന് നിർബന്ധമില്ല, എങ്കിൽ ഇത്രയൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് കണ്ടിട്ടുള്ളൂ. മിയോസിസ് 1ലെ പാക്കറ്റീൻ ഘട്ടത്തിലാണ്. ഓക്കെ, അപ്പൊ പാക്കിനെ കോശവിഭജനത്തിൽ ക്രോസിംഗ് ഓവർ, റീകോമ്പിനേഷൻ എന്നിവ നടക്കുന്ന സമയം താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. പാക്കിനേമ. ബി തന്നെയാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ക്രോസിംഗ് ഓവർ നടക്കുന്ന കോശവിഭജന ഘട്ടം, പാക്കറ്റീൻ. ഇപ്പം പ്രീവിയസ് ഇയർ ലെക്ചേഴ്സിലേക്ക് തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പാക്കറ്റീൻ, ക്രോസിംഗ് ഓവർ നടക്കുന്ന പാക്കറ്റീൻ. ഇനി നമ്മൾ ഒരു DNA റെപ്ലിക്കേഷൻ ഏരിയയിലൂടെ പോകേണ്ടതുണ്ട്. ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ. അപ്പോൾ DNA റെപ്ലിക്കേഷൻ യൂക്യാരിയോട്സിന്റെ കേസിൽ ന്യൂക്ലിയസിലാണ് നടക്കുന്നത്. പ്രോക്യാരിയോട്സിൽ സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. സിന്തറ്റിക് ഫേസ് അല്ലെ സിന്തസിസ് ഫേസിലാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ ആണ്.
രണ്ട് സ്ട്രാൻഡിൽ ഒരെണ്ണം ഡോട്ടർ സ്റ്റാൻഡും ഒരെണ്ണം പാരന്റൽ സ്ട്രാൻഡും. ദെൻ ഡയറക്ഷൻ ഓഫ് റെപ്ലിക്കേഷൻ 5'3' ഡയറക്ഷനിലാണ്. ഒരെണ്ണം ലീഡിങ് സ്ട്രാൻഡ്, കണ്ടിന്യൂസ് ആയിട്ട് ഉള്ള സ്ട്രാൻഡ് നമ്മൾ ലീഡിങ് സ്ട്രാൻഡ്, കണ്ടിന്യൂസ് സ്ട്രാൻഡ് എന്ന് പറയും. ദെൻ മറ്റത് ഡിസ്കണ്ടിന്യൂസ് ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് ആയിട്ടുള്ളതിനെ ലാഗിങ് സ്ട്രാൻഡ് എന്ന് പറയും. ലിഗേസ് ആണ്, എൻസൈം ആണ് ഇതിനെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നത്. ഏറ്റവും മിനിമം ഇത്രയും കാര്യങ്ങൾ റെപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഓർത്തു വെക്കുക. ദെൻ ഇത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിട്രോവൈറസുകളിൽ RNA-യിൽ ഇരട്ട ഇഴകൾ രൂപപ്പെടുന്നതിന് സഹായകരമായ എൻസൈം ആണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ്. റിവേഴ്സ് ട്രാൻസ് കോശവിഭജന ഘട്ടത്തിൽ DNA-യുടെ ഇരട്ടിക്കൽ നടക്കുന്ന ഘട്ടമാണ് സിന്തറ്റിക് ഘട്ടം. Then ലിംഗനിർണയ ക്രോമോസോമുകൾ ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ലിംഗനിർണയ ക്രോമോസോമുകൾ അലോസോമുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അലോസോമുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. മറ്റ് 22 പേരുകളും ഓട്ടോസോംസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ കേരളത്തിൽ വരെ ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ. ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോടൈഡും ഇത് തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. ന്യൂക്ലിയോസൈഡ് എന്ന് പറയുമ്പോൾ നൈട്രോജിനസ് ബേസും പെൻറ്റോസ് ഷുഗറും മാത്രമേ ഉള്ളൂ. നൈട്രോജിനസ് ബേസും പെൻറ്റോസ് ഷുഗറും. ന്യൂക്ലിയോടൈഡ് ആണ് നൈട്രോജിനസ് ബേസും പെൻറ്റോസ് ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും വരുന്നത്. അതെ, നമ്മുടെ ക്വസ്റ്റ്യനിലും ചോദിച്ചിട്ടുണ്ട്. ന്യൂക്ലിയോസൈഡുകൾ എന്നാൽ ഏതൊക്കെയാണ് ന്യൂക്ലിയോസൈഡുകൾ? നൈട്രോജൻ ബേസും പഞ്ചസാരയും അടങ്ങിയത്. നൈട്രോജൻ ബേസും പഞ്ചസാരയും അടങ്ങിയത്. അതുപോലെ ന്യൂക്ലിയസിന് പുറത്ത് DNA കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്? ന്യൂക്ലിയസിന് പുറത്ത് പ്ലാസ്റ്റിഡിലും മൈറ്റോകോൺഡ്രിയയിലും. അത്തരത്തിലുള്ള ഒരു പ്ലാസ്റ്റിഡ് ആണ് ക്ലോറോപ്ലാസ്റ്റ്, ഹരിതകണം. ഹരിതകണത്തിലും മൈറ്റോകോൺഡ്രിയയിലും. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. DNA ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, ന്യൂക്ലിയോടൈഡ് വെച്ച്, ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ ഫോസ്ഫേറ്റ്, ഡിയോക്സി റൈബോ ഷുഗർ, നൈട്രോജൻ ബേസസ്. ദെൻ RNA റൈബോ ന്യൂക്ലിക് ആസിഡ് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. ഷുഗർ ഇവിടെ റൈബോസ് ആണ്. ദെൻ ഇവിടെ വരുന്ന നൈട്രോജിനസ് ബേസ്, DNA-യിലെ നൈട്രോജിനസ് ബേസസ് അഡിനിൻ, തൈമിൻ, ഗ്വാൻ, സൈറ്റോസിൻ ആണ്. റൈബോ RNA-യിലേക്ക് വരുമ്പോൾ ഈ ഒരു തൈമിന് പകരം യുറാസിൽ ആകുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷനെ പറ്റി. ട്രാൻസ്ക്രിപ്ഷനിൽ തന്നെ നമുക്ക് യൂക്യാരിയോട്ടിലെയും പ്രോക്യാരിയോട്ടിലെയും മനസ്സിലാക്കണം. അതുപോലെ തന്നെ യൂക്യാരിയോട്ടിൽ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ മോഡിഫിക്കേഷൻസ് ഉണ്ടല്ലോ, അതുകൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ? DNA-യിലെ ജീനുകളിലുള്ള വിവരങ്ങൾ RNA ആകുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ. പ്രധാനമായിട്ടും mRNA ആയിട്ട് മാറ്റപ്പെടുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷന് പ്രോക്യാരിയോട്ടിലാണെങ്കിലും യൂക്യാരിയോട്ടിലാണെങ്കിലും 3 ഘട്ടങ്ങളുണ്ട്. ബോത്ത് പ്രോക്യാരിയോട്ട്, യൂക്യാരിയോട്ട്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ 3 ഘട്ടങ്ങളാണുള്ളത്. ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഇനീസിയേഷൻ എന്ന് പറയുമ്പോൾ RNA പോളിമറേസ് പ്രൊമോട്ടർ റീജിയണിലേക്ക് ബൈൻഡ് ചെയ്യപ്പെടും. ദെൻ ഇലോങ്ങേഷനിലേക്ക് വരുമ്പോൾ എന്താണ്? ഇനി RNA പോളിമറേസ് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ബേസ് പെയറുകളൊക്കെ ആഡ് ചെയ്ത് ഈ ഒരു RNA സ്ട്രാൻഡ് നിർമ്മിച്ചെടുക്കണം. ദെൻ ടെർമിനേഷൻ എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സിഗ്നൽ വരുമ്പോൾ ഈ ഒരു പ്രോസസ്സ് അവസാനിപ്പിക്കണം. അപ്പോൾ രണ്ടിലും യൂക്യാരിയോട്ടിലും പ്രോക്യാരിയോട്ടിലും ഈ ഒരു പ്രോസസ്സുകളൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇനി യൂക്യാരിയോട്ടിൽ എങ്ങനെയാണ്, പ്രോക്യാരിയോട്ടിൽ എങ്ങനെയാണ് എന്നൊന്ന് മനസ്സിലാക്കിയാണ്. പ്രോക്യാരിയോട്ടിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. പ്രോക്യാരിയോട്സിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നത് ഒരൊറ്റ എൻസൈമേ ഉള്ളൂ, അത് RNA പോളിമറേസ് ആണ്. സൈറ്റോപ്ലാസത്തിൽ നടക്കുന്നു. പ്രോക്യാരിയോട്ടിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു എൻസൈം RNA പോളിമറേസും ഒറ്റൊരെണ്ണം മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രൊമോട്ടർ ബൈൻഡിങ്ങിന് സഹായിക്കുന്നത് സിഗ്മ ഫാക്ടർ ആണ്. സിഗ്മ ഫാക്ടർ ഇവിടെ ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ് ഒക്കെ കഴിഞ്ഞ് mRNA ഉണ്ടായി വരുമ്പോൾ അതിന് ഒരു പ്രോസസ്സിങ്ങിന്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു
ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന കൂടത്തിൽ തന്നെ ട്രാൻസ്ലേഷനും പ്രോകാരിയോട്സിന്റെ കേസിൽ നടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇൻട്രോൺസ് നോൺ കോഡിംഗ് ആയിട്ടുള്ള റീജൻസ് mRNA പ്രോകാരിയോട്സിന്റെ കേസിൽ ഇല്ല. ഇപ്പൊ ഇവിടെ തുടങ്ങുന്ന നമ്മുടെ ഇനിസിയേഷൻ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ RNA പോളിമറേസും സിഗ്മ ഫാക്ടറും കൂടെ ചേർന്നിട്ടുള്ളതാണ്. ഇവിടെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒരേ സമയമാണ് നടക്കുന്നത്. ഒരു റോ ഫാക്ടർ വന്ന് ഈ ഒരു ഫാക്ടറുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ എന്നുള്ള പ്രോസസ്സ് പ്രോകാരിയോട്സിന്റെ കേസിൽ അവസാനിക്കുന്നത്. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ദെൻ യൂക്യാരിയോട്സിന്റെ കേസിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. ഇവിടെ പ്രധാനമായിട്ടും 3 RNA പോളിമറേസ് എൻസൈംസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. RNA പോളിമറേസ് 1, RNA പോളിമറേസ് 2, RNA പോളിമറേസ് 3. ഇങ്ങനെ 3 തരം RNA പോളിമറേസുകൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ കൂടെ ഒന്ന് ഓർത്തേക്കുക, എന്തൊക്കെയാണ് ഓരോ RNA മേജർ ആയിട്ടുള്ളത് RNA പോളിമറൈസ് 2 ആണ് കേട്ടോ. മേജർ ആയിട്ടുള്ളത് യൂക്യാരിയോട്ടിന്റെ കേസിൽ RNA പോളിമറൈസ് 2 ആണ്. mRNA ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് RNA പോളിമറൈസ് 2 ആണ്. പക്ഷേ ഈ ഒരു RNA പോളിമറൈസ് 1ഉം RNA പോളിമറൈസ് 3ഉം ഒക്കെയാണ് മറ്റ് രണ്ടെണ്ണം. അപ്പോൾ RNA പോളിമറൈസ് 1 RRNA-യുടെ റൈബോസോമൽ RNA-നെയാണ് ഫോം ചെയ്യുന്നത്. ദെൻ RNA പോളിമറൈസ് 3 വരുമ്പോഴേക്കും tRNA-നെ ആണ് ആക്കുന്നത്. അതുപോലെ ഒരെണ്ണത്തിന്റെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, 5s RRNA ഉണ്ടല്ലോ, അതിനെ ഈ RNA പോളിമറൈസ് 1 ഉണ്ടാക്കത്തില്ല. അത് ഉണ്ടാക്കുന്നതും ഈ ഒരു RNA പോളിമറൈസ് 3 ആണ്. RNA പോളിമറൈസ് 3 ആണ്. ആ ഒരു പോയിന്റ് കൂടെ ഒന്ന് ഓർക്കണം. ദെൻ RNA-യുടെ പിന്നെ മറ്റ് കുറെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ പ്രൊമോട്ടർ സൈറ്റ് ഡാറ്റ ബോക്സിലേക്കൊക്കെ അത്രയൊന്നും നമ്മൾ പോകേണ്ട വരത്തില്ല. അപ്പൊ ഒരു പ്രൊമോട്ടർ സൈറ്റിലേക്കൊക്കെ ബൈൻഡ് ചെയ്യാൻ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആവശ്യമാണ്. പിന്നെ ഉണ്ടായി വരുന്ന mRNA-യിൽ കുറെ പ്രോസസ്സിംഗ് നടക്കണം. കാരണം ചിലടത്ത് ഇൻട്രോൺസും എക്സോൺസും ഒക്കെ ഉണ്ട്. അപ്പം ഇൻട്രോൺസ് എന്ന് പറയുമ്പം നോൺ കോഡിംഗ് ആയിട്ടുള്ള റീജിയൻ ആണ്. ആ നോൺ കോഡിംഗ് ആയിട്ടുള്ള ഇൻട്രോൺസിനെ റിമൂവ് ചെയ്യണം. ആ ഒരു പ്രോസസ്സാണ് സ്പ്ലൈസിംഗ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ mRNA-ക്ക് പ്രോസസ്സിംഗ് ആവശ്യമാണ്. അപ്പോൾ പ്രോസസ്സിംഗിൽ 3 കാര്യങ്ങളാണ് വരുന്നത്: ക്യാപ്പിംഗ്, പോളി എ ടെയിലിംഗ്, സ്പ്ലൈസിംഗ്. ഇൻട്രോൺസ് പ്രസന്റ് ആണ്, അതിനെ റിമൂവ് ചെയ്യണം. പിന്നെ ഇനിസിയേഷൻ കോംപ്ലക്സ് എന്നുള്ളത് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സും RNA പോളിമറൈസ് 2ഉം ചേർന്നതാണ്. പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിലാണ്, ട്രാൻസ്ലേഷൻ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. ഇത്രയും ആണ് ഇതിലെ രണ്ടിലെയും ഒരു ഡിഫറൻസ് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. പിന്നെ പ്രോകാരിയോട്സിൽ ഇൻവോൾവ് ചെയ്യുന്നത് മേജറായിട്ട് RNA പോളിമറേസ് എന്നുള്ള ഒരൊറ്റ എൻസൈം ആണ്. അതുപോലെ സിഗ്മ ഫാക്ടർ ഈ ഒരു പ്രൊമോട്ടറിലേക്ക് ബൈൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ദെൻ യൂക്യാരിയോട്സിൽ വരുമ്പോൾ RNA പോളിമറേസ് 1, RNA പോളിമറേസ് 2, RNA പോളിമറേസ് 3. അപ്പോൾ RNA പോളിമറൈസ് 1ന്റെ ഫംഗ്ഷൻ rRNA-നെ സിന്തസൈസ് ചെയ്യുക, റൈബോസോമൽ RNA-നെ ട്രാൻസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. അതിനകത്ത് 28S വരുന്നുണ്ട്, 18S വരുന്നുണ്ട്, 5.8S വരുന്നുണ്ട്. ഒരു എക്സെപ്ഷൻ ഉള്ളതാണ് 5s rRNA. 5s rRNA-നെ RNA പോളിമറൈസ് 3 ആണ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. ദെൻ RNA പോളിമറൈസ് 2 mRNA-നെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു. RNA പോളിമറൈസ് 3 tRNA ട്രാൻസ്ഫർ RNA-കളെ ചെയ്യുന്നു. അതോടൊപ്പം 5s rRNA. RNA പോളിമറൈസ് 1ന് പറ്റാത്തതിനെ RNA പോളിമറൈസ് 3 ചെയ്യുന്നു. ദെൻ പിന്നെ ഉള്ളതാണ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് 2D, ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് 2B, അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അപ്പൊ അവയ്ക്ക് ഓരോന്നിനും ഈ ഒരു പ്രൊമോട്ടറിലുമായിട്ട് ബൈൻഡ് ചെയ്യാനൊക്കെ സഹായിക്കുക എന്നുള്ളതാണ് മേജർ ഫംഗ്ഷൻ വരുന്നത്. ദെൻ സ്പ്ലൈസോസോംസ്, ഇൻട്രോണുകളെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നത് സ്പ്ലൈസോസോംസ് ആണ്. അതുപോലെ ക്യാപ്പിംഗ് എൻസൈംസ്, പോളി എ പോളിമറൈസ്, ഇതെല്ലാം വരുന്നത് mRNA-നെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രോകാരിയോട്സിന്റെ കേസിൽ ഈ ഒരു പ്രോസസ്സിംഗ് ഒന്നും ആവശ്യമില്ലല്ലോ. ഇപ്പം യൂക്യാരിയോട്സിന്റെ കേസിലാണ്. അതുകൊണ്ട് ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ നടന്നു കഴിഞ്ഞിട്ട് ഒരു മോഡിഫിക്കേഷൻസ് ഒക്കെ നടത്തുന്നത്, അതിനെയാണ് നമ്മൾ ഈ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ സ്റ്റേജസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് ഇൻവോൾവ് ആകുന്നവയാണ് ഈ ഒരു ക്യാപ്പിംഗ് എൻസൈമും പോളി എ പോളിമറി എൻസൈമുകളൊക്കെ.
ഇപ്പോൾ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് യൂക്കാരിയോട്സിൽ മാത്രമാണ്. അതിൽ ആദ്യത്തെ ഒരെണ്ണം സ്പ്ലൈസിങ്. ഇൻട്രോണുകൾ നോൺ കോഡിംഗ് ആയിട്ടുള്ള റീജിയൻസിനെ നീക്കം ചെയ്യുന്നു. അതിനുശേഷം എക്സോണുകൾ കോഡിംഗ് റീജിയൻസിനെ യോജിപ്പിക്കുന്നു. സ്പ്ലൈസോസോം എന്നുള്ള എൻസൈം കോംപ്ലക്സ് ആണ് ഇതിനെ സഹായിക്കുന്നത്. ദെൻ രണ്ടാമത്തതാണ് ക്യാപ്പിംഗ്. ഈ ഒരു ക്യാപ്പിംഗ് 5' എൻഡിലാണ് സംഭവിക്കുന്നത്. 5' എൻഡിൽ ക്യാപ്പിംഗ് നടത്തുന്നു. അപ്പോൾ അവിടെ മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റിനെയാണ് ക്യാപ്പായിട്ട് ആഡ് ചെയ്യുന്നത് 5' എൻഡിലേക്ക്. ഇത് RNA സംരക്ഷിക്കുന്നതിനും നമ്മുടെ ട്രാൻസ്ലേഷൻ പ്രോസസ്സിലേക്ക് വരുമ്പോൾ റൈബോസോമിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ദെൻ ടെയിലിംഗ്, പോളി എ ടെയിൽ ആഡ് ചെയ്യുന്നത് അത് 3' എൻഡിലാണ്. ഇങ്ങനെ ഹെട്രോജീനസ് ആയിട്ടുള്ള ഒരു RNA ഫോം ചെയ്യപ്പെടുന്നു. ഇതിനെയാണ് കോശമർമ്മത്തിന് പുറത്തേക്ക് ട്രാൻസ്ലേഷന് വേണ്ടി കൊണ്ടുപോകുന്നത്. ഇത്രയാണ് പ്രധാനപ്പെട്ട പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷന്. പിന്നെ ട്രാൻസ്ലേഷൻ റൈബോസോമിൽ വെച്ചിട്ടാണ് നടക്കുന്നതെന്ന് ഓർക്കുക. ഇപ്പൊ mRNAയിലുള്ള ജനറ്റിക് കോഡുകളെ ഡീകോഡ് ചെയ്തിട്ട് അതിനെ പോളിപെപ്റ്റൈഡുകളാക്കി മാറ്റുന്നു. അവിടെ tRNA അമിനോ ആസിഡ്സിനെ കൊണ്ടുവരുന്നു. കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. നമുക്കിനി ചില ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇത്രയും കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തെടുക്കാൻ ഈ ഒരു ക്വസ്റ്റ്യൻസ് സഹായിക്കും. നിങ്ങൾ ആൻസേഴ്സ് കമന്റ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ കൂടി ഇട്ടാൽ എളുപ്പമുണ്ടായിരിക്കും. യെസ്, കറക്റ്റ് ആണ്. പ്രൊകാരിയോട്ടുകളിൽ ട്രാൻസ്ക്രിപ്ഷൻ ആവശ്യമായിട്ടുള്ള എൻസൈം RNA പോളിമറേസ്. RNA പോളിമറേസിനെ സഹായിക്കുന്നത് പ്രൊകാരിയോട്സിൽ സിഗ്മ ഫാക്ടർ ആണ്. യൂക്കാരിയോട്സിൽ mRNA നിർമ്മിക്കുന്നത് ഏത് പോളിമറേസ് ആണ്? RNA പോളിമറേസ് 2. മേജർ ആയിട്ടുള്ളത് RNA പോളിമറേസ് 2. mRNA നിർമ്മിക്കുന്നത് RNA പോളിമറേസ് 2. ദെൻ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. പ്രൊകാരിയോട്സിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് എവിടെ? യൂക്കാരിയോട്സിൽ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങാൻ ആവശ്യമായ ഘടകങ്ങൾ. യെസ്, കറക്റ്റാണ്. പ്രൊകാരിയോട്ടിൽ സൈറ്റോപ്ലാസത്തിലാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. യൂക്കാരിയോട്ടിൽ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആണ്. പ്രൊകാരിയോട്സിലെ സിഗ്മ ഫാക്ടർ, ഇവിടെ വരുമ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആണ്. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. പ്രൊകാരിയോട്ടിക് mRNA പ്രോട്ടീനിലേക്ക് ട്രാൻസ്ലേഷൻ ആക്കപ്പെടുന്നത് എപ്പോഴാണ് ആരംഭിക്കുന്നത്? കറക്റ്റ് ആണ്. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സമയത്ത് തന്നെയാണ് പ്രൊകാരിയോട്സിന്റെ കേസിൽ mRNA ട്രാൻസ്ലേഷനിലേക്കും കൂടെ പോകുന്നത്. കാരണം ഇവിടെ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷന്റെ ഒന്നും ആവശ്യം വരുന്നില്ല, ഇൻട്രോൺസ് ഒന്നും ഇല്ല. ദെൻ യൂക്കാരിയോട്സിൽ RNA പോളിമറേസ് 1 എന്താണ് നിർമ്മിക്കുന്നത്? റൈബോസോമൽ RNA എക്സെപ്റ്റ് 5s rRNA. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്.
RNA പോളിമറേസ് RNA പോളിമറേസ് 3 tRNA-നെയാണ്. അതുപോലെ 5s rRNA ഉണ്ട്. യൂക്കാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷന്റെ പ്രത്യേകത പ്രസൻസ് ഓഫ് ഇൻട്രോൺസ് ആൻഡ് സ്പ്ലൈസിങ്. ഇൻട്രോൺസ് ഉള്ളത് കൊണ്ട് കേട്ടോ സ്പ്ലൈസിങ് വരുന്നത്. ഇതാണ് മേജർ ആയിട്ട് നമ്മളൊന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നിയ ഒരു റിവിഷൻ പോർഷൻ ഇതാണ്. ഇപ്പൊ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ബേസിൽ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെയാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാതെ പോയത് നമ്മളുടെ മ്യൂട്ടേഷൻ ആണ്. അപ്പം മ്യൂട്ടേഷൻ റിലേറ്റഡ് ആയിട്ട് കുറച്ച് പോയിന്റ്സ്, മ്യൂട്ടേഷന്റെ ടൈപ്സ് ഒന്ന് ഓർത്തേക്കുക. അതുപോലെ മ്യൂട്ടേജൻസ് ഉണ്ടല്ലോ, ഫിസിക്കൽ മ്യൂട്ടേജൻസ്, കെമിക്കൽ മ്യൂട്ടേജൻസ്, ഞാൻ കുറച്ചധികം എക്സാമ്പിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. വന്നാൽ നമുക്ക് എഴുതാലോ എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചിട്ടതാട്ടോ. അപ്പം ഒന്ന് കെമിക്കൽ മ്യൂട്ടേഷൻസിന്റെ ഒക്കെ പേരുകളൊക്കെ ഒന്ന്, റെഗുലേഷൻ ലാക്കോപ്രോൺ, അത് എന്തിനു വേണ്ടിയുള്ളതാണ് അത്രയൊക്കെ ക്വസ്റ്റ്യൻ ഒന്നും കാര്യം. ഒരു ക്വസ്റ്റ്യന് ലാക്കോപ്രോൺ റീജിയനിൽ നിന്ന് കണ്ടിട്ടുണ്ട്, കൂടുതലായിട്ട് ആ ഒരു ഏരിയ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ മ്യൂട്ടേഷൻ ടൈപ്സ് അത് ഒന്ന് നോക്കണം കേട്ടോ, ഞാൻ ഈ കൂടെ ആഡ് ചെയ്തിട്ടില്ല. നമ്മളുടെ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സിക്കിൾ സെൽ അനീമിയ ഒന്ന് ഓർത്തേക്കുക. ഇപ്പോൾ സിക്കിൾ സെൽ അനീമിയ റിലേറ്റഡ് ആയിട്ട് നമ്മൾ മറ്റിടത്തും പഠിക്കുന്നുണ്ട്, എങ്കിലും പോയിന്റ് മ്യൂട്ടേഷന്റെ സിക്കിൾ സെൽ അനീമിയ ഓർക്കുക. ഗ്യാഗ് GTG ആകുന്നതാണെന്നൊക്കെ ഒന്ന് ഓർക്കുക. ഗ്ലൂട്ടാമിക് ആസിഡിനെ വാലിൻ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു എന്നുള്ള കാര്യം. പിന്നെ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ, ഓരോ ടൈപ്പ് മ്യൂട്ടേഷൻസ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റുകളൊക്കെ നോട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ എടുക്കാം. ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ഏരിയയിൽ സ്ഥാനപ്പെട്ടത് വരുന്നത്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇപ്പൊ അഞ്ജു മിസ്സേ, മിസ്സേ പറഞ്ഞോളൂ. മിസ് റെക്കോർഡിംഗ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പോസ് ചെയ്യാം. ഓക്കെ. ജീൻ റെഗുലേഷന്റെ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോട്ടോ. ഞാൻ അടുത്ത എന്റെ ലൈവിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആ ഭാഗം ഞാനാണ് ഞങ്ങൾക്ക് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അതിനകത്ത് ആ ലാക്കൊപ്പം മാത്രമേ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുള്ളൂ മിസ്സേ. അത്ര ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ അങ്ങനെ വരുമോ? ഈ ഒരു ഭാഗം കമ്പാരിറ്റീവ്ലി ബാക്കി കുറെ പഠിക്കാനുണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി ബാക്കി ഏരിയ വെച്ച് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് കുറവാണ്. നാളെ ഈ ഒരു ടോപ്പിക്കിന്റെ തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് എക്സാം വരുന്നത്. കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഇട്ട് ഈ ഒരു പോർഷൻ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ഇനി ഒരു മിനിറ്റ്, നമുക്ക് ഈ അടുത്ത എന്റെ ലൈവിന് എപ്പോഴാണ് വരുന്നത്? 18-ാം തീയതി. 18-ാം തീയതി. അന്ന് നമുക്ക് ജെനറ്റിക്സ് പാർട്ട് കയറി വരുന്നുണ്ടല്ലോ അല്ലെ? അത് ബയോടെക്നോളജി ആണോ മിസ്സേ? ഇല്ല, ബയോകെമിസ്ട്രി, മെറ്റബോളിസം, ഡെവലപ്മെന്റൽ ബയോളജി, മൊഡ്യൂൾ 2. എന്റെ എന്നാ വരുന്നത് ഇനി? മിസ് നമുക്കിനി ഒന്നിച്ചായിരിക്കും വരിക. ഓക്കെ. അങ്ങനെ ആകുമ്പോ ബാക്കി മറ്റേ ജെനറ്റിക്സും കൂടെ ആ കൊടുക്കാൻ. ഓക്കെ. എവല്യൂഷൻ, എത്തോളജി, സൂജിയോഗ്രഫി ഒക്കെ വരുന്നുണ്ട്. ആ ടൈമിൽ ചെയ്യാം. ബാക്കി എല്ലാവരുടെയും പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഓടി എത്താനൊക്കെ പറ്റുന്നുണ്ടോ?